ജിക്ക് ശേഷം CPM-ൽ നിന്നുള്ള ഏറ്റവും വലിയ ജനകീയ നേതാവായിരുന്നു സഖാവ് നായനാർ. പാർട്ടിയുടെ ഇരുമ്പുമറയോ സംഘടനാ കാർക്കശ്യമോ ഒന്നും ജനങ്ങളോട് അവരുടെ ഭാഷയിൽ സംവദിക്കാൻ നായനാർക്ക് തടസ്സമായില്ല. സദസ്സിലെ ഓരോരുത്തരോടും സംസാരിക്കുന്നത് പോലെയായിരുന്നു നായനാരുടെ പ്രസംഗങ്ങൾ. സരസഭാഷണ ശൈലി പിന്തുടരുമ്പോഴും മൂർച്ചയേറിയ വിമർശനങ്ങൾ കൊണ്ടാണ് നായനാർ രാഷ്ട്രീയ എതിരാളികളെ നേരിട്ടത്. പക്ഷേ അവരുടെ മനസ്സിലും അദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ടായി. കരിങ്കാലി എന്നാക്ഷേപിച്ച നേതാവിന്റെ കുടുംബാംഗങ്ങളുമായി പോലും അടുത്ത ബന്ധമുണ്ടായിരുന്നത് ഇതിന്റെ തെളിവാണ്. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന റെക്കോർഡിനുടമ എന്നതാണ് ഭരണചരിത്രത്തിലെ നായനാരുടെ അടയാളം. 3 തവണ ഇടതു സർക്കാരിനെ നയിച്ച നായനാർ വ്യത്യസ്ത കക്ഷികളെ ചേർത്ത് ഇന്നത്തെ മുന്നണി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. നാടേറ്റെടുത്ത ജനകീയ മുന്നേറ്റങ്ങളായ സാക്ഷരതാ യജ്ഞം, ജനകീയാസൂത്രണം എന്നിവയുടെ ഭരണശില്പി നായനാരായിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയും. ഇന്നു കാണുന്ന പല ക്ഷേമ പദ്ധതികളും നായനാർ സർക്കാരിന്റെ സൃഷ്ടിയാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലൂടെ സൈബർ ലോകത്ത് കേരളത്തെ നടത്തിയതും നായനാർ തന്നെ. ധാർഷ്ട്യത്തിന്റെയും കടുത്ത കാർക്കശ്യത്തിന്റെയും അധികാര സ്വരൂപങ്ങൾക്ക് നേരെ ഉയരുന്ന വികാരങ്ങളുടെ അടിസ്ഥാനവും നായനാരെ പോലെയുള്ളവരുടെ ഓർമ്മകളാണ്. ഓർമ്മകൾക്ക് എത്ര സുഗന്ധം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.